ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ബിബൻ ബസുവാണ് പതാക ഉയർത്തിയത്. പ്രതിനിധി സമ്മേളനം പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. മുൻകാല തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലെ വീഴ്ചയിലും പാർട്ടിയുടെ ബഹുജന അടിത്തറ നഷ്ടപ്പെടുന്നതിലും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന അവലോകന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. പാർട്ടി അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കേണ്ടതിന്റെ വിശദമായ പദ്ധതിയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. പാർട്ടി കേഡർമാരിൽ പാർട്ടി വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പാർലമെന്ററി സ്ഥാനങ്ങളോട് നേതാക്കൾക്കിടയിൽ താൽപര്യം വർദ്ധിക്കുന്നുവെന്ന വിമർശനവും ഉയർന്നു. 75 വയസ്സ് പ്രായപരിധി കർശനമായി തുടരാൻ പാർട്ടി കോൺഗ്രസും തീരുമാനിച്ചാൽ കേരളത്തിൽ നിന്നുള്ള AK ബാലനും PK ശ്രീമതിയും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പുറത്താകും. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ 75 വയസ്സ് പിന്നിട്ട് ഇരുവരെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുകയെന്നാണ് സൂചന. 2023 കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ രൂപീകരിച്ച 85 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും പ്രായപരിധി നിബന്ധനയിൽ പുറത്താക്കും. ഇരുവരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാണ്. ത്രിപുര മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാരിനും പ്രായപരിധി നിബന്ധനയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടിവരും. EP ജയരാജന് 75 വയസ്സ് തികയുകയാണെങ്കിലും പ്രായം കണക്കാക്കുന്ന 2025 ജനുവരിയിൽ അദ്ദേഹത്തിന് 75 തികയുന്നില്ലെന്ന സാങ്കേതികത്വത്തിൽ ആനുകൂല്യമുണ്ട്. ജനറൽ സെക്രട്ടറിയായി ആരെത്തുമെന്നതാണ് മറ്റൊരു ചർച്ച. ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുണ്ട്. 80 നിരീക്ഷകരടക്കം 800-ലധികം പ്രതിനിധികളാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നും 175 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.